അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവർക്ക് കയ്യിലെ ദുനിയാവ് ഒരു കാലത്ത് കയ്യിൽ വന്നിട്ടുണ്ട്, പക്ഷെ അവരെ സ്നേഹിച്ചിട്ടില്ല കേട്ടോ. കയ്യിലെ ദുനിയാവുണ്ട്, പക്ഷേ ദുനിയാവിന് പ്രിയം വെച്ചില്ല. ആ ഉമർ ഇബ്നുൽ ഖത്താബ് നിങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും. അവിടുത്തെ പ്രിയപ്പെട്ട മകൻ വരുന്നു. മകൻ വന്നിട്ട് പറയുന്നത്, പാപ്പാ ഞാൻ നാളെ മുതൽ സ്കൂളിൽ പോകില്ല, ഞാൻ നാളെ മുതൽ കോളേജിൽ പോകില്ല. ഇപ്പൊ നമ്മളെ മക്കളൊക്കെ പറയാനുണ്ടാവും, ചിലപ്പോ നമ്മളെ മക്കളെ ചിലപ്പോ സ്കൂളിൽ പോകില്ല എന്നൊക്കെ പലപ്പോഴും പല വീടുകളിലും കേൾക്കാറുള്ളത്. ചിലപ്പോ മൊബൈലിന്റെ വലിപ്പം കുറഞ്ഞതിന്റെ പേരിലാണ്. മൊബൈലില്ലാതെ ഒറ്റ ക്യാമറയായി പോയി സെൽഫി എടുക്കാൻ പറ്റുന്ന ക്യാമറയില്ല, അതുകൊണ്ട് സ്കൂളിൽ പോകില്ല എന്ന് മക്കൾ ചിലപ്പോ പറയും. ഫേസ്ബുക്ക് കാണാൻ വേണ്ടി നെറ്റ് റീചാർജ് ചെയ്ത് കൊടുക്കാത്തത് കൊണ്ട് മക്കളെ കൂട്ടത്തിൽ സ്കൂളിൽ പോകില്ല എന്ന് ഭീഷണിപ്പെടുത്തുന്നവരുണ്ടാകാം. എനിക്ക് പറഞ്ഞത് കൊണ്ട് ഞാൻ പറയുന്ന എന്റെ പ്രിയപ്പെട്ട പ്രവാസികളായ ഖത്തറിൽ ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പാപ്പമാരോടും ഉപ്പമാരോടും പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ കൂട്ടുകാരോടും ഞാൻ പറയുന്നു, മൊബൈൽ ഫോൺ നമ്മളെ നിയന്ത്രിക്കണം. പക്ഷെ അതൊരു പരിധിവരെ ഈ കാലത്ത് കഴിയുകയുള്ളൂ. നിങ്ങൾ ഭാര്യയ്ക്ക് മൊബൈൽ കൊടുക്കണ്ട, നിങ്ങൾ പെൺകുട്ടികൾക്ക് മൊബൈൽ കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ അതിനാലും കേൾക്കൂല. കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ എന്തായാലും കേൾക്കൂല. പിന്നെ ഡബിൾ വണ്ടിന്റെ മൊബൈൽ മതി, നോക്കിയെന്നെ അത് സമ്മതിക്കൂല, അത് നടക്കൂല. നിങ്ങൾ മൊബൈൽ വാങ്ങിച്ച് കൊടുത്തോളൂ, കൊടുക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും ഒക്കെ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തോളൂ, അത് സമ്മതാണെന്നുള്ള നിരക്കല്ല ഞാൻ പറയുന്നത്. എന്റെ സമ്മതം നിങ്ങൾക്ക് മൊബൈൽ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ട, അതെനിക്കറിയാം. എന്റെ ഒപ്പ് കിട്ടിയിട്ട് നിങ്ങൾ മൊബൈൽ വാങ്ങിച്ചു കൊടുക്കണമെന്നില്ലല്ലോ. അതേ സ്ഥാനത്ത് മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ മൊബൈൽ ഫോൺ ഒന്നുമില്ലെങ്കിൽ ഒരു ചെക്ക് ചെയ്യാനുള്ള ഒരു സന്മനസ്കലും കാണിക്കണം. നമുക്ക് വാപ്പൊക്കെ വേദന പറയുന്നത് കേട്ടത് മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കരുതെന്നാണ്. അതിപ്പോ ചിലപ്പോ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാകൂല, അതുകൊണ്ട് അങ്ങനെ പറയാത്തത്. മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കേണ്ടതെന്ന് എന്തായാലും നടക്കൂല. ആ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ പെൺകുട്ടികൾക്ക്, സ്കൂളിൽ പോകുന്ന കോളേജിൽ പോകുന്ന പെൺകുട്ടികൾക്ക് മൊബൈൽ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ നിയന്ത്രിക്കാനുള്ള ഒരു സന്മനസ് കാണിക്കണം. അതൊന്ന് ഇടയ്ക്കൊന്ന് എടുത്ത് ചെക്ക് ചെയ്യാന്നല്ല. അതിന്റെ വാപ്പ തന്നെയാണ് എന്നെ പഠിപ്പിച്ചത്. വാപ്പടുത്തേക്ക് ദീർഘായുസ്സാക്കിയത് കൊടുക്കട്ടെ. ഞാൻ പ്രസംഗിച്ച് തുടങ്ങിയ സമയം പ്രസംഗിച്ച് തുടങ്ങിയതേ ഉള്ളൂ. കാരണം ഇപ്പൊ പ്രസംഗിച്ച് നല്ല വേലൊക്കെ പറഞ്ഞ് വലിയ ആളായി എന്നല്ല. എല്ലാത്തിനും ഒരു തുടക്കം ഉണ്ടാവും, ആരംഭത്തിലൊരു തുടക്കം. ഇപ്പോഴും തുടക്കം തന്നെയാണ്. നിങ്ങൾ നന്നാകാൻ വേണ്ടി വരക്കണം. അപ്പൊ നമുക്കൊക്കെ ഈമാൻ തരട്ടെ, നല്ല തത്വം തരട്ടെ, കിബിറില്ലാത്തവരെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും കൊടുത്തിട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ പ്രസംഗിച്ച് തുടങ്ങിയ കാലം ഫസ്റ്റ് ഘട്ടമായിരുന്നു. ഖത്തറിന് തോന്നുന്ന സമയമാണ്. അന്ന് വാപ്പനോട് അത് പറയാൻ വേണ്ടി ഞാൻ സമ്മതം ചോദിച്ചു, പ്രസംഗിക്കാൻ വേണ്ടി പള്ളിയിൽ പോയി വൃത്തി പറയാൻ വേണ്ടി സമ്മതം ചോദിച്ചു. സമ്മതം ചോദിച്ചപ്പോ വാപ്പ പറഞ്ഞു പൂർണ്ണമായി സമ്മതമാണ്. പക്ഷെ ഉപ്പാന്റെ ഒന്നാമത്തെ ചോദ്യം, നീ എന്ത് മുന്താ പോയി പ്രസംഗിക്കാനാണ്? അത് വാപ്പ ചോദിച്ച ചോദ്യമാണ്, നീ എന്ത് മുന്താ പോയി പ്രസംഗിക്കുക? നീ ഖത്തറിന് വന്ന കുട്ടിയല്ലേ? ഞാൻ പറഞ്ഞു, ഈ പ്രായത്തിലല്ലാതെ എനിക്ക് ആർപ്പ് തീർക്കാൻ കഴിയൂല, പള്ളിയിൽ പോയി പ്രസംഗിക്കണം. വാപ്പ പറഞ്ഞു, സിറാജിൽ തന്നെ എത്രയെങ്കിലും പള്ളികൾ ഞാൻ തന്നെ നിർമ്മിച്ചതുണ്ട്, ഏത് പള്ളിയിലും പോകാം, പ്രസംഗിക്കാം. ഒരൊറ്റ ഡിമാൻഡ് മാത്രം. എന്താണ് ഡിമാൻഡ്? ഒരു സ്ഥലത്തും പ്രസംഗിച്ചാൽ ഒരു നയാ കാശ് വാങ്ങരുത്. ധൈര്യമുണ്ടോ? ഞാൻ പറഞ്ഞ ധൈര്യം തിരിച്ചു ഒരു സ്ഥലത്ത് പറയാനുണ്ട്. ഞാനങ്ങനെ പോകും, പക്ഷെ എനിക്ക് ഒരു സ്ഥലത്ത് പറയാൻ. എന്താണ് സ്ഥലത്ത്? ബസ്സിന് പൈസ കാക്കാൻ പറ്റൂല, നിങ്ങൾ തരണം. ബസ്സിന് പൈസ ഇല്ലാതെ പോകാൻ പറ്റുമോ? ബസ്സിന് പൈസ നിങ്ങൾ തരണം. അപ്പൊ ഞാൻ തരാം, നീ പോയി പ്രസംഗിച്ചോളൂ. പാപ്പ സമ്മതം തന്നു. അൽഹംദുലില്ലാ, പ്രസംഗിച്ചു തുടങ്ങി. 2 വർഷത്തോളം ഞാൻ പ്രസംഗിച്ചു. ഒരു സ്ഥലത്ത് നിന്ന് ഒരു നയാകാശം വാങ്ങിയില്ല. പാലക്കാട് ഭാഗത്ത് ഞാനൊരു സ്ഥലത്ത് വേദന പോയി പ്രസംഗിക്കാൻ പോയി. റമദാനിലാണ്. അവിടെയുള്ള ആളുകളെ വിളിച്ചിട്ടാണ് പോയത്. പോയപ്പോൾ ഞാൻ പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞിട്ട് അവർക്ക് പൈസ കൊണ്ടെന്ന് തന്നു. ഞാൻ അവരോട് പറഞ്ഞു, എന്നത് വാങ്ങരുത് എന്നാ പാപ്പ പഠിപ്പിച്ചത്, എനിക്ക് വേണ്ട. ഞാനത് പരസ്യമായി പറഞ്ഞപ്പോൾ അവർക്ക് ചെറുതായി വേദന തോന്നി. അതിലെനിക്ക് അവരോട് വിഷമമില്ല, എനിക്ക് അവരോട് ഇപ്പോൾ വലിയ സ്നേഹമാണ്. അവരെന്റെ നന്മ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് പൂർണ്ണമായ ഉറപ്പെനിക്കുണ്ട്. അവരത് ആ ബാപ്പന്റെ അടുക്കൽ കംപ്ലൈന്റുമായി വരുന്നു, നിങ്ങളെ മോനിക്ക് പൈസ കൊടുത്തിട്ട് വാങ്ങിയില്ല, അതല്ല കിബറ് കാണിച്ചു കളഞ്ഞു. ബാപ്പ എന്നെ നന്നാക്കി തരട്ടെ. പേടിയുള്ളതായിരുന്നു. എന്നെ നന്നാക്കി തരട്ടെ. ബാപ്പ പറഞ്ഞു, എടാ നിന്റെ കിബറാണത്, പൈസ തന്നിട്ട് വാങ്ങാതിരിക്കലാണോ? നിന്റെ കിബറിന്റെ വർത്താനവും പറഞ്ഞിട്ട് തിരിച്ചു വന്നതാണോ? ബാപ്പ ശകാരിച്ചു. ബാപ്പ പറഞ്ഞപ്പോ എനിക്ക് വലിയ സന്തോഷം തോന്നി. പക്ഷെ ഞാൻ പറഞ്ഞു, ബാപ്പ നിങ്ങളാണ് എന്നോട് പറഞ്ഞത് പൈസ വാങ്ങരുത്. ബാപ്പ പറഞ്ഞു, ഇന്ന് മുതൽ പൈസ വാങ്ങണം, എല്ലാ സ്ഥലത്തും പൈസ തന്നാ വാങ്ങണം. ഒരു സ്ഥലത്തുണ്ട് കീശയിൽ വെക്കാൻ പാടില്ല, അത് സ്വന്തം ആവശ്യത്തിനല്ല. നിനക്കിന്നൊരു ചെലവുമില്ല, നീ കല്യാണം കഴിച്ചിട്ടില്ല, നിനക്കാർക്കും ചെലവ് കൊടുക്കാനില്ല. എനിക്ക് കിതാബ് വേണോ, ഞാൻ വാങ്ങിച്ചു തരൂ. എന്താവശ്യമുണ്ടോ, ഞാൻ വാങ്ങിച്ചു തരൂ. നിനക്ക് ചെലവിന്റെ ആവശ്യമില്ല,
നിനക്ക് ആവശ്യം നിങ്ങളുടെ ഒരാവശ്യമില്ല, എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ ചെയ്തു തരും. പക്ഷേ കിട്ടുന്ന പൈസ നിന്റെ കൂടെ പഠിക്കുന്ന പാവപ്പെട്ട മുതല്ലിമീങ്ങളുണ്ട്. ഇത് ഞാൻ പറയുന്നത് എന്റെ വാപ്പ പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്. വാപ്പ എന്നെ പഠിപ്പിച്ചത് രക്ഷിതാക്കൾ പണ്ടേ മനസ്സിലാക്കാനാണ്. അല്ലാഹു എവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണം റഹ്മാനെ. എത്ര തന്നെ ദുആ ചെയ്ത് കൊടുത്താലും മതിയാകൂല എന്നെനിക്കറിയാം. അല്ലാഹു അവിടത്തേക്ക് പൂർണ്ണമായ ആരോഗ്യം കൊടുക്കട്ടെ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ അവിടെ എന്നോട് പറഞ്ഞു, പൈസ തന്നാൽ വാങ്ങണം, നിന്റെ കൂടെ പഠിക്കുന്ന പാവപ്പെട്ട മുതല്ലിമീങ്ങൾക്ക് കൊടുക്കണം. അതുപോലെ നിന്റെ നാട്ടിൽ യതീം കുട്ടികൾ ഉണ്ടാകും, അവർക്ക് കൊടുക്കണം. വാപ്പ അങ്ങനെ നിർദ്ദേശിച്ചു. അൽഹംദുലില്ലാഹ്, ഞാനൊരു വീടിന്റെ പണി തുടങ്ങി. അൽഹംദുലില്ലാഹ്, എന്റെ സ്വന്തം വീടല്ല, എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി. പിരിവിന് വേണ്ടി പറയും, എല്ലാവരും പേടിക്കണ്ട. അതെന്താണ് പിരിവാൻ ഞാൻ വേറെ ചോദിക്കും, നിങ്ങൾ നിർവചാറാവുകയും വേണ്ട. അതേ സ്ഥാനത്ത് ഇയാൾ വീടില്ലാത്തതിന്റെ പേരിൽ, വീട്ടിൽ ചെലവിന് കഴിയാൻ പണമില്ലാത്തതിന്റെ പേരിൽ പഠനം നിർത്തി പോവുകയാണ് ആ കുട്ടി. ഞാനിത് പറയാൻ കാരണം, ഞാൻ ആ കുട്ടിയുടെ വീട്ടിൽ കയറിയിട്ടാണ് വന്നത്. അൽഹംദുലില്ലാഹ്, അതിന് തേപ്പും അതുപോലെ ജനലും വാതിലും മാത്രമേ ബാക്കിയുള്ളൂ. ഏകദേശം പണി പൂർത്തിയായിട്ടുണ്ട്, വാർപ്പ് വരെ കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു എളുപ്പത്തിൽ പൂർത്തീകരിച്ചു തരട്ടെ. ഞാൻ ഇപ്പോഴും വയത് പറഞ്ഞിട്ട് കിട്ടുന്ന പൈസ കൊടുത്തിട്ട് തന്നെയാണ് ആ വീടിന്റെ പണി പൂർത്തീകരിക്കുന്നത്. അല്ലാഹു എളുപ്പത്തിൽ പൂർത്തീകരിച്ചു തരട്ടെ എന്ന് ഞാൻ ദ്വാരക്കുന്നു. നിങ്ങളൊക്കെ അതിനു വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞതാണ്, പിരിവിനല്ല. ഞാൻ പറഞ്ഞു വന്നത്, ആ കുട്ടിയോട് പഠനം നിർത്തിയിട്ട് പോവുകയാണ്. എന്റെ ക്ലാസ്സിൽ തന്നെ പഠിച്ച കുട്ടിയാണ്, എന്നെക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങുന്ന കുട്ടിയാണ്. പറയാൻ മടിയില്ല. ഒരിക്കലും എനിക്ക് അവനോട് മത്സരിച്ചിട്ട് എനിക്ക് ഫസ്റ്റ് വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അവനാണ് എല്ലാ കാലത്തും ഒന്നാം സ്ഥാനത്തിരുന്നത്. പക്ഷേ ആ കുട്ടി പഠനം നിർത്തി പോകുന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതാണ്, ഞാൻ നിനക്ക് വീടുണ്ടാക്കി തരും, പ്രസംഗിച്ചിട്ട് വീടുണ്ടാക്കി തരും, നീ പഠനം നിർത്തരുത്. ഇപ്പൊ അൽഹംദുലില്ലാഹ് തഖാഫിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർഷം കൂടി ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ റമദാൻ കഴിഞ്ഞാൽ ആ വീടിന്റെ പണി പൂർത്തീകരിക്കും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെയാണ് എന്നെ വാപ്പ പഠിപ്പിച്ചത്. ആ വാപ്പ പഠിപ്പിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അന്ന് ഒരു ദിവസം ഞാൻ ഉറങ്ങുമ്പോ തലയണയോട് ചേർത്ത് എന്റെ മൊബൈൽ വെച്ച് കിടന്നുറങ്ങി. രക്ഷിതാക്കൾ മനസ്സിലാക്കാനേ പറയുന്നു, ഉപ്പമാര് മനസ്സിലാക്കാനേ പറയുന്നത്. മക്കളെ എങ്ങനെയാണ് വളർത്തേണ്ടത്, എങ്ങനെയാണ് മക്കളെ താലോലിക്കേണ്ടത് എന്ന് ഞാൻ പറയുന്നത്. മക്കളെ താലോലിക്കേണ്ട രൂപം, മക്കളെ സ്നേഹിച്ചിട്ട് മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ട് ആവശ്യമില്ലാത്തതിനേക്കാളും കൂടുതൽ റീചാർജ് ചെയ്തിട്ടല്ല, നെറ്റ് ചെയ്ത് കൊടുത്തിട്ടല്ല, വാട്സപ്പ് സംവിധാനം ചെയ്തു കൊടുത്തിട്ടല്ല മക്കളെ സ്നേഹിക്കേണ്ടത്. മക്കളെ സ്നേഹിക്കേണ്ട രൂപമാണ് ഞാൻ പറയുന്നത്. രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ ഞാൻ മൊബൈൽ ചാനത്ത് വെച്ച് കിടന്നുറങ്ങി. നേരം വെളുത്തേനെ നോക്കുമ്പോ മൊബൈൽ കാണുന്നില്ല. ആരോട് ചോദിച്ചിട്ടും അഡ്രസ് ഇല്ല, ഒരാളോട് ചോദിച്ചിട്ടും അഡ്രസ് ഇല്ല. ചിലര് പറയുന്നത് ഉസ്താദ് എടുത്തുകൊണ്ടുപോയതാണ്, ചിലർ പറയുന്നത് പേരോട് ഉസ്താദ് എന്നെ എടുത്തുകൊണ്ടുപോയതാണ്. ആർക്കും ഒരു ഉറപ്പില്ല, എല്ലാരും വെറുതെ പറയാണ്. ദിവസം 3 കഴിഞ്ഞു, മൊബൈൽ കാണുന്നില്ല. ഞാൻ ബാപ്പന്റെ അടുക്കൽ പോയി, എന്റെ മൊബൈൽ കാണുന്നില്ല എന്ന് പറഞ്ഞു. നിന്റെ മൊബൈൽ നോക്കി നടക്കലാണോ എന്റെ പണി എന്ന് ചോദിച്ചു. അപ്പൊ തന്നെ എനിക്ക് ബോധ്യപ്പെട്ടു ബാപ്പ എടുത്തിട്ടില്ല. പ്രത്യേകിച്ചും ബാപ്പന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല. പുലർച്ചക്ക് 3 മണിക്കും 3:30ക്കൊക്കെ കുറ്റ്യാടിയിൽ വന്നിട്ട് ക്ഷീണത്തോടെ എന്റെ മൊബൈലും തപ്പി നടക്കാൻ ബാപ്പക്ക് കഴിയൂല എന്ന് എനിക്കറിയാം. ബാപ്പ എന്തായാലും എടുക്കൂല. ബാപ്പ എടുത്തതായിട്ട് എനിക്ക് സംശയവുമില്ല. അതേപോലെ മൊബൈൽ കാണാതെ വന്നു. 3 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞപ്പോ ബാപ്പ ചോദിക്കുകയാണ്, മൊബൈൽ കാണാതായാൽ എന്നോടല്ല ചോദിക്കേണ്ടതൊന്ന്. 2, മൊബൈൽ കാണാതായിട്ട് 3 ദിവസമായി. ഇന്ന് വരെ നിനക്ക് അതിനെ കുറിച്ചൊരു കംപ്ലൈന്റ് വന്നില്ല, പൈസക്ക് തീരെ വിലയില്ല. അതിന്റെ പേരിലും കുറെ ശകാരിച്ചു. ബാപ്പ മൊബൈൽ എടുത്തില്ല എന്ന് മനസ്സിലാക്കി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ബാപ്പതാ എവിടെയോ വാതിന് പോകാൻ നിൽക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കി. കാർ എടുത്ത് വെച്ചിട്ടുണ്ട്. കാർ കയറുമ്പോ ഞാൻ അടുത്തേക്ക് ഇരുന്നു. അല്ല, എന്റെ മൊബൈല് പറയുമ്പോ തന്നെ വീണ്ടും കിട്ടി. ഒരേ ഒരു ചെറിയ കൂടി കിട്ടി. എന്നോടാ പോയി കിതാബ് ഓതാൻ പറഞ്ഞത് ഇത് പറഞ്ഞു. ബാപ്പ അവിടുന്ന് തിരിച്ചയച്ചു. മൊബൈലില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. പിറ്റേ ദിവസം കടിയങ്ങാടാണ് എനിക്ക് പ്രസംഗം. അവരെ നമ്പറാണെങ്കിൽ എന്റെ മൊബൈലിലാണ്. അവരെ വിളിക്കാൻ എന്റെ കയ്യിൽ മൊബൈലില്ല. അവരോട് വിവരം പറയണം. എന്ത് ചെയ്യും? ഒരു വഴി ഞാൻ കാണുന്നില്ല, മൊബൈല് കയ്യിലില്ല. അതേ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ ബാപ്പന്റെ പ്രത്യേകം പെർമിഷൻ വേണം. ബാപ്പനോട് ചോദിക്കാനും കാണിക്കാൻ തന്നെ പറ്റുന്നില്ല. പിന്നെ എന്ത് ചെയ്യും? ഒരു നിർവാഹവും കാണുന്നില്ല. മഗ്‌രിബിന് ഞാൻ പള്ളിയിൽ 1-ാം ദർസിലിരിക്കുമ്പോഴാണ് ഒരാൾ വന്ന് വിളിക്കുന്നത്. നിങ്ങൾ ഉസ്താദ് വിളിക്കുന്നുണ്ട്. റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോ പരിപാടിക്കാര് വന്നതാണ്. ഫോണിൽ നിങ്ങളെ മോനെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ബാപ്പനോട് കംപ്ലൈന്റ് പറയാൻ വന്നതാണ്. വയലേറ്റിട്ട് മോന്റെ അഡ്രസ് ഇല്ലാതെ പറയാൻ വന്നതാണ്. അതിന്റെ തുടക്കം തന്നെ ഇങ്ങനെയാണെന്ന് ബാപ്പക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. റൂമിലേക്ക് കയറി ചെല്ലും ഇവരെയാ ഞാൻ കാണുന്നതിന്റെ പകുതി തീർന്നു പോയി. ബാപ്പന്റെ മുമ്പിലല്ലേ കിട്ടിയത്. ബാപ്പ എന്നിട്ട് ആദ്യം ഒന്ന് ചിരിച്ചിട്ട് എന്റെ കയ്യിലേക്ക് മൊബൈൽ വന്നിട്ട് പറഞ്ഞു, പൂർണ്ണമായി ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇതേത്
സമയത്തും പ്രതീക്ഷിക്കാം. ഏത് സമയത്തും മൊബൈൽ കാണാതെയാകും. ശ്രദ്ധിച്ചിട്ടല്ലാതെ ഉപയോഗിക്കണ്ട. അല്ലാഹുവേ, നീ അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണം റഹ്മാനേ. ഇതെന്തിനാ ഞാൻ പറഞ്ഞത്? അന്ന് വയലിന്റെ ആള് വന്നിട്ട് എന്നെ ശകാരിച്ച സങ്കടം പറയാനല്ല. രക്ഷിതാക്കളെ, മക്കളെ അങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടത്. അതേ, മക്കളുടെ മൊബൈൽ ഫോൺ ചെക്ക് ചെയ്യാനുള്ളൊരു സന്മനസ് നമ്മൾ കാണിക്കണം കേട്ടോ. മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇടയ്ക്കൊന്ന് ആ മൊബൈൽ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാൻ കഴിയണം. ആരൊക്കെ വിളിക്കുന്നുണ്ട്, ആരൊക്കെ വിളിക്കുന്നില്ല, ഏതൊക്കെ മെസ്സേജ് വരുന്നുണ്ട്, എന്തൊക്കെ റീപ്ലൈ കൊടുക്കുന്നുണ്ട്, എത്ര റീചാർജ് ചെയ്യുന്നുണ്ട്, ഇവനെ അല്ലെങ്കിൽ ഇവളെന്തിനാണ് നെറ്റ് ഉപയോഗപ്പെടുത്തുന്നത്, ഇത് നോക്കാനുള്ളൊരു സന്മനസ്സെങ്കിൽ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്ന ഉപ്പമാർ, അതേ ഉപ്പമാരെന്റെ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു സന്മനസ് കാണിക്കണേ. 2 ദിവസം കഴിഞ്ഞിട്ട് ഏതെങ്കിലും അതേ കാമുകന്റെ കൂടെ മുസ്ലിമോ അമുസ്ലിമോ ആയ ഏതെങ്കിലും കണാരമ്മങ്ങളെ കൂടെ ഇറങ്ങിപ്പോയിട്ട് പിന്നെ വിരൽ കടിച്ചിട്ട് കാര്യമില്ല. മുസ്ലിയാരെ, ഞാൻ ഖത്തറിലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ദുബൈയിലായിരുന്നു, ഓളനോട് ചെയ്തത് വല്ലാത്ത ചെയ്യലായി പോയി. അപ്പൊ മക്കള് മനസ്സുകൊണ്ട് പറയും, ആഖിറത്തിലെത്തിയിട്ട് വെറുതെ മുഖത്ത് നോക്കിയിട്ട് തന്നെ പറയും, നിങ്ങൾ എന്നെ അന്ന് നോക്കാത്തത് കൊണ്ടാണ്, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. എന്റെ പ്രസംഗം കേൾക്കുന്ന ചെറിയ മക്കളുണ്ടെങ്കിൽ ഞാൻ അവരോടും പറയുന്നത്, അങ്ങനെ ഒരു ഘട്ടമുണ്ടായാൽ പാപ്പ മൊബൈലിലേക്ക് ബാപ്പാനോട് വെറുപ്പ് പിടിക്കരുത്, ഉമ്മ മൊബൈലിലേക്ക് ഉമ്മാനെ പിടിച്ചടിക്കരുത്. ഉമ്മാനെ അടിക്കൂല എന്നറിയാൻ ചിലപ്പോ ഉമ്മാനെ അടിച്ചുകൂടാന്നില്ല. ഉമ്മനെ തീരെ അടിക്കരുത്, ഉമ്മനോട് ശകാരിക്കരുത്, ഉമ്മനോട് വെറുപ്പ് പിടിക്കരുത്. മറിച്ച് പാപ്പ എനിക്ക് ചെയ്തു തരുന്ന ഈ സേവനം, ഉമ്മ ഈ ചെയ്തു തരുന്ന സേവനം അത് ചെറുതല്ല, എന്റെ നന്മക്കാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഉമ്മക്ക് പ്രാർത്ഥന നടത്തി കൊടുക്കാനുള്ളൊരു സന്മനസ്സെങ്കിലും ഓ കുട്ടികളെ നമ്മൾ സമ്പാദിച്ചെടുക്കണം കേട്ടോ. സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് മോനെ കുറിച്ചാണ് പറഞ്ഞത്, മറന്നുപോയെന്ന് എനിക്കറിയില്ല. സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് നാളെ ഞാൻ സ്കൂളിൽ പോകില്ല. ശരിക്കും മനസ്സിലാക്കണം. ഈ മകൻ വന്നിട്ട് പറയാണ്, ഞാൻ നാളെ സ്കൂളിൽ പോകൂല. മുസ്ലിയാരെ, അന്നൊക്കെ സ്കൂൾ ഉണ്ടായിരുന്നു എന്നൊരു സംശയം, അന്നൊക്കെ കോളേജ് ഉണ്ടായിരുന്നു. നമ്മളെ ഇന്ന് കാണുന്ന സിറാജുലതയൊന്നും ഇല്ലെങ്കിലും അന്നും പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. സിറാജുലത പോലെയുള്ള സ്ഥാപനങ്ങളില്ലെങ്കിലും, അതേ മർക്കസ് ഇല്ലെങ്കിലും, അതേ നമ്മുടെ സ്ഥാപനങ്ങൾ അൽമക്കർ പോലെയുള്ള സ്ഥാപനങ്ങളൊന്നും ഇല്ലെങ്കിലും, അതിന് പോലെയുള്ള സ്ഥാപനങ്ങളൊന്നും ഇല്ലെങ്കിലും അന്നും കോളേജുകളും പഠിക്കാനുള്ള സംവിധാനങ്ങളുമുണ്ട്. പക്ഷേ ഇന്നത്തെ കോളേജ് പോലെയല്ല, ഇന്നത്തെ സംവിധാനം പോലെയല്ല. പക്ഷെ അവരൊക്കെ ഒന്നിച്ചിരുന്ന് പഠിക്കുന്ന പരിപാടി അന്നേ ഉണ്ട്. അന്ന് മാത്രമല്ല, അതിന്റെയും മുമ്പ് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെയുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാനാണ് സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അങ്ങനെ പഠിച്ചയാളാണ്. ഇങ്ങനെ പള്ളിയിൽ തന്നെ താമസിച്ച് മദീന പള്ളിയോട് ചാരത്ത് കിടന്ന് അതേ പഠനം നടത്തിയ മഹാനാണ് സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. വന്ന് തന്നെ പഠനമുണ്ട്. അവിടെ കുറെ മുതഅല്ലിമീങ്ങൾ താമസിച്ച് പഠിക്കുന്നവരുണ്ട് സഹാബത്തിന്റെ കൂട്ടത്തിൽ. ആ കൂട്ടത്തിൽപ്പെട്ട മഹാനാണ് സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അതിലേക്ക് പഠിച്ചയാളാണ്. പണ്ട് തന്നെ അതിലേക്കുള്ള പഠനമുണ്ട്. മകനും അതുപോലൊരു ക്ലാസ്സിൽ പോകാറുണ്ട്. ക്ലാസ്സിൽ പോയി വന്നിട്ട് മകൻ പറയുന്നത്, വാപ്പാ ഞാൻ സ്കൂളിൽ പോകൂല, ഞാൻ ഇനി ക്ലാസ്സിന് പോകൂല എന്നാണ്. കാരണം എന്താണെന്നറിയോ? ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങളെ ഭാര്യമാരെ നിങ്ങളെ വിളിച്ചില്ലേ? തൊട്ടടുത്ത ദിവസം നിങ്ങളെ വിളിച്ചില്ലേ? എന്തിനാ വിളിച്ചത്? പൈസ അയച്ചു തരണം. എന്തിനാണ്? അല്ല മുസ്ലിയാരെ, അത് എപ്പോഴും വിളിക്കാറുണ്ട്, ഇടയ്ക്കിടെ വിളിക്കാറുണ്ട്. അതേ, ഈ കഴിഞ്ഞ മാസം നിങ്ങളെ വിളിച്ചില്ലേ പൈസക്ക്? എന്തിനാണ്? മക്കൾക്ക് യൂണിഫോം വാങ്ങിച്ചു കൊടുക്കണം എന്നാ പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ യൂണിഫോം എവിടെ പോയി? അത് പോരാ, പുതിയത് വേണമെന്നാണ് ഓള് പറയുന്നതിൽ അവൻ പറയുന്നത്. ഓൻ പറയുന്നത് പുതിയ യൂണിഫോം വേണമെന്നാണ്. പഴയത് മതിയാകൂല, വെൽപ്പം കുറഞ്ഞിട്ടല്ല. വെൽപ്പം ആദ്യം തന്നെ ജനിയാണിക്ക് ചോട്ടില അടിച്ചു കൊടുത്തത്. വെൽപ്പത്തിന്റെ കുറവില്ല, വെൽപ്പം കുറഞ്ഞിട്ടല്ല.
അത് പറ്റൂ എന്നല്ലോ ഞാൻ പറഞ്ഞത്. അതേ സ്ഥാനത്ത് നമ്മൾ അടിച്ചു കൊടുക്കുന്ന പെണ്ണും കുപ്പായം നമ്മൾ പൈസ കൊടുത്തടിക്കുന്നതാണ്. പൈസ കൊടുത്ത് പൈസയും ചെലവഴിച്ചിട്ട് മക്കൾക്ക് ഹറാമ് വാങ്ങിച്ചു കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ ചില ആളുകളുണ്ട്. അതേ പുതിയ ഉണ്ണിയായിട്ട് ഇറങ്ങുന്ന പ്രിയപ്പെട്ട മകളെ വഞ്ചിക്കുന്ന ചില ആളുകൾ പറയുന്നത് സ്നേഹമാണെന്നാണ്. പക്ഷേ ഈമാനുള്ള മുഅ്മിനീങ്ങളത് സ്നേഹമല്ല, സ്വന്തം മകളോട് ചെയ്യുന്ന വഞ്ചനയാണ്. അതേ കല്യാണം കഴിക്കാനിരിക്കുന്ന പെൺകുട്ടി ചെറിയ പ്രായമുള്ള പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് ചിലപ്പോൾ കൂടുതൽ ചിന്തിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ആ ചെറിയ പെൺകുട്ടി അതാ ബാപ്പ വഞ്ചിക്കുന്നു. തലയിലേക്ക് ഇടാൻ വാങ്ങിച്ചു കൊടുത്ത തട്ടും അതാ കിണറിന്റെ നേരെ ഇടുന്ന വലയാണ്, അല്ലെങ്കിൽ ടാങ്കിന്റെ നേരെ വിരിക്കുന്ന കൊതുകി വല പോലെയുള്ള വലയാണ്. അതേ പുതിയണ്ണിയായിട്ട് ഇറങ്ങുമ്പോ തലയിൽ ഇട്ട് കൊടുക്കുന്നതാണ്. ബാപ്പ ഇട്ട് കൊടുത്തതല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് ചില പെൺകുട്ടികൾ മിണ്ടാതിരിക്കുന്നു. ഒപ്പമാരെ മക്കളോട് ചെയ്യുന്ന വഞ്ചനയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ ശരീരത്തിന്റെ ഭംഗി കാണിച്ച് നടക്കുന്ന സ്ത്രീകൾക്ക് അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്. 10,000-ഉം 20,000-ഉം ചെലവഴിച്ചിട്ട് സ്വന്തം മകൾക്ക് ലഅനത്ത് വാങ്ങിച്ചു കൊടുക്കുന്നവരായി ഓ പാപ്പമാരെ, ഓ പാപ്പമാരെ, നമ്മൾ അതപ്പതിച്ചു പോയിക്കൂടാ. പൈസയും ചെലവഴിച്ചിട്ട് മോക്ക് അള്ളാന്റെ ലഅനത്ത് വാങ്ങിച്ചു കൊടുക്കുന്നു. പൈസ ചെലവഴിച്ചിട്ട് മക്കൾക്ക് ലഅനത്ത് വാങ്ങിച്ചു കൊടുക്കുന്നു. അങ്ങനെ അതപ്പതിച്ചവരായി പോകരുത് നമ്മൾ. അല്ലാഹു നമ്മളെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ, നമ്മളെയും നന്നാക്കി തരട്ടെ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ നമ്മൾ ചിന്തിക്കണം. ഈ കുട്ടി വന്നിട്ട് ബാപ്പനോട് പറയുന്നത് എന്താണ്? ബാപ്പാ, ഞാൻ ഇതുവരെ ബാപ്പനോട് കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല, ഇതുവരെ ഒരു കുറ്റം പറഞ്ഞിട്ടില്ല. എനിക്ക് എന്റെ കുപ്പായം ഒന്ന് മാറ്റിത്തരണം. ഈ കുപ്പായത്തിലേക്ക് ബാപ്പയൊന്ന് നോക്കണം. 16 സ്ഥലങ്ങളിൽ കീറിയിട്ട് തുന്നിപ്പിടിപ്പിച്ച കുപ്പായം ധരിച്ചത് ഏതെങ്കിലും ഒരാളെ മോനല്ല, അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ മോനാണ്, നാടിന്റെ ഭരണാധികാരിയാണ്. പക്ഷേ 16 സ്ഥലങ്ങളിൽ കീറിയിട്ട് തുന്നിപ്പിടിപ്പിച്ച കുപ്പായം ധരിച്ച കുട്ടി വന്നിട്ട് പറയുന്നു, ബാപ്പാ, ഈ കുപ്പായവും ധരിച്ചിട്ട് കോളേജിൽ പോകുന്നതിന് എനിക്ക് മടിയില്ല. പക്ഷേ കോളേജിലെത്തിയപ്പോ കുട്ടികളൊക്കെ പറയുന്നു, അമീറുൽ മുഅ്മിനീന്റെ മോനിട്ട കുപ്പായം നോക്കൂ, 16 സ്ഥലങ്ങളിൽ കീറിപ്പറിച്ച കുപ്പായമാണ്. അതിലെ 3ഓളം ചെറിയ കീറുകൾ നല്ല പഴക്കമുള്ള കീറുകളാണ്. ഇത് കഴിച്ചിട്ട് വാപ്പക്ക് കാണിച്ചു കൊടുക്കുന്നു, പ്രിയപ്പെട്ട മകൻ, ഓ എന്റെ വിശ്വാസികളെ, തങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, പണമില്ലാത്തത് കൊണ്ടല്ല, സമൂഹത്തിന് സേവനം ചെയ്യുമ്പോൾ, സമുദായത്തിന് സേവനം ചെയ്യുമ്പോൾ ഞാൻ നടത്തുന്ന ഭരണം അത് പൂർണ്ണമായ റബ്ബിന്റെ തൃപ്തിയിലാകണം, അല്ലാഹുവിന്റെ പൊരുത്തത്തിലാകണം. എന്റെ ശ്രദ്ധ വീട്ടിലേക്കല്ല, എന്റെ ഭരണത്തിന്റെ കീഴിൽ ജീവിക്കുന്ന ഏതെങ്കിലും ജനങ്ങൾ പ്രയാസപ്പെടുന്നുണ്ടോ എന്ന് നോക്കലാണ്. ആ നിലക്ക് അന്വേഷിച്ചില്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. രാത്രിയിൽ ഉറക്കമില്ല, പകലിൽ വിശ്രമമില്ല. എന്റെ ഭരണത്തിന്റെ കീഴിൽ ഉറക്കം കിട്ടാതെ പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യണമെന്ന് ചിന്തിച്ച് നാട് വിട്ടാകെ ചുറ്റിക്കറങ്ങിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കിടക്കണമെന്ന് തോന്നുമ്പോൾ, ഉറങ്ങണമെന്ന് തോന്നുമ്പോൾ, ഉറക്കമില്ലാത്തതിന്റെ പേരിൽ ക്ഷീണം അനുഭവിക്കുമ്പോൾ, മുസ്ലിമേ, മരത്തിന്റെ ചുവട്ടിൽ കിടന്ന് വിശ്രമമെടുത്ത നേതാവാണ് സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതേ വലിയ കൊട്ടാരം ഉണ്ടാക്കണമെന്ന് ചിന്തിച്ചില്ല, നല്ല വീടുണ്ടാക്കണമെന്ന് ചിന്തിച്ചില്ല, നല്ല വീടുണ്ടാക്കിയിട്ട് അവിടെ താമസിക്കണമെന്ന് ചിന്തിച്ചില്ല. ഭരണാധികാരിയായിട്ട് പോലും മരത്തിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങി സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു
ആ നിലക്ക് സമുദായത്തിന് സേവനം ചെയ്തു, ആ നിലക്ക് പാവങ്ങളെ സ്നേഹിച്ചു. സ്വന്തം മകന്റെ കുപ്പായം കീറിയത് ശ്രദ്ധയിൽപ്പെട്ടില്ല, അത് നോക്കാനുള്ള സമയം കിട്ടിയില്ല. സമയം മുഴുവനും പാവങ്ങൾക്ക് ഹിദമത്ത് ചെയ്യുന്ന തിരക്കിലാണ്. അതിന്റെ ഇടയിലല്ലേ പ്രിയപ്പെട്ട മകൻ കൊണ്ട് പറയുന്നത്, വാപ്പാ 16ഓളം സ്ഥലങ്ങളിൽ തുന്നിപ്പിടിപ്പിച്ച കുപ്പായവും ധരിച്ച് ക്ലാസ്സിലേക്ക് ചെന്നപ്പോ നമ്മളെ ഭരണാധികാരികളെ ഉമറിന്റെ മോനാണ്, ഒരു കുപ്പായം പോലും വാപ്പ വാങ്ങിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞ് കൂട്ടാളികളായ സഹപാഠികൾ കളിയാക്കുന്നു വാപ്പാ. അതുകൊണ്ട് ഞാൻ നാളെ കോളേജിലേക്കില്ല, സ്കൂളിലേക്കില്ല. ഖത്താബ് പരിശോധന നടത്തി നോക്കുമ്പോ കയ്യിൽ പണമില്ല. മകനിക്കൊരു കുപ്പായം വാങ്ങിച്ചു കൊടുക്കണം, കയ്യിൽ ക്യാഷില്ല. നാടിന്റെ ഭരണാധികാരിയല്ലേ, ഇസ്ലാമിക റിപ്പബ്ലിക്കിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച മഹാനല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ്. കയ്യിൽ പണം കാണാനില്ല, മകനിക്കൊരു കുപ്പായം വാങ്ങിച്ചു കൊടുക്കാനുള്ള പൈസയില്ല. ഇന്നലെ രാത്രി പാവങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ വിഷമം അനുഭവിക്കുന്ന ജനങ്ങളെ കണ്ടപ്പോ അതേ സ്വന്തം കീസയിൽ ഉണ്ടായിരുന്ന സ്വന്തം പൈസ എടുത്ത് സ്വന്തം തുകയെടുത്ത് പാവങ്ങൾക്ക് കൊടുത്ത് സേവനം ചെയ്ത മാനല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മുസ്ലിമേ, കയ്യിൽ പണമില്ലാതെ വന്നപ്പോൾ അതാ കടലാസ് വാങ്ങിയിട്ട് കത്തെഴുതുന്നു. ആർക്കാണ് കത്തെഴുതുന്നറിയോ? പ്രിയപ്പെട്ട സഹജോലിക്കാരനാണ്, കീഴിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരനാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ഭരണാധികാരിയാണ്. അവിടുത്തെ ഭരണത്തിന്റെ കീഴിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സമ്പത്തിന്റെ ഖജനാവ് സൂക്ഷിപ്പുകാരനാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കത്തെഴുതുന്നത് അസ്സലാമു അലൈക്കും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിട്ട് എഴുതുന്നത് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. എന്റെ മകൻ എന്നോട് വന്ന് കംപ്ലൈന്റ് പറഞ്ഞു. 16ഓളം സ്ഥലങ്ങളിൽ തുന്നിപ്പിടിപ്പിച്ച കുപ്പായമാണ് മകന്റെ കുപ്പായം. ആ കുപ്പായം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറയുന്നു. പക്ഷേ എന്റെ കയ്യിൽ ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന പൈസ മുഴുവനായി ഞാൻ പാവങ്ങൾക്ക് വിതരണം ചെയ്തു പോയി. എന്റെ കയ്യിൽ സ്വന്തമായി പണമില്ല, കുപ്പായം വാങ്ങിച്ചു കൊടുക്കാൻ തികയുന്നൊരു പണം എന്റെ കയ്യിലില്ല. അതുകൊണ്ട് മോനെ, ഉമറിന് താൽക്കാലികമായി വായ്പ തരണം. ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഭരണത്തിന്റെ കീഴിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പണം ഖജനാവിൽ നിന്ന് താൽക്കാലികമായി വായ്പ തരണം. ഖജനാവിൽ നിന്ന് താൽക്കാലികമായി വായ്പ തരണം. എത്രയാണ് വായ്പ വേണ്ടത്? കുപ്പായം വാങ്ങാനുള്ള പണം വായ്പ തരണം. ഇൻഷാ അല്ലാഹ് ഈ മാസം പൂർത്തീകരിച്ചാൽ ഈ മാസത്തെ ഞാൻ ചെയ്ത സേവനത്തിനുള്ള ശമ്പളം കിട്ടും. ആ ശമ്പളം കിട്ടിയാൽ നിങ്ങളെ പണം ഞാൻ തിരിച്ചു തരാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കത്താണ്. ആ കത്ത് ഖജനാവ് സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ കിട്ടി. കത്ത് വായിച്ചു നോക്കുമ്പോൾ അതേ മുതലാളിയായ ഭരണാധികാരിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കത്താണ്. കത്തിലിരിക്കുന്നത് പണം വായ്പ കൊടുക്കാനാണ്. തിരിച്ചു തരുന്ന ഡേറ്റോ ഈ മാസം പൂർത്തീകരിച്ചിട്ട് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് തിരിച്ചു തരുമെന്നാണ്. വായിച്ചപ്പോൾ ഖജനാവ് സൂക്ഷിപ്പുകാരൻ കണ്ണിൽ നിന്ന് വെള്ളം വന്നുപോയി. ഭരണാധികാരിയല്ലേ എനിക്ക് കത്തെഴുതിയത്, ചോദിച്ചാൽ കൊടുക്കൽ എന്റെ ബാധ്യതയാണ്. പക്ഷേ വെച്ച ഡിമാൻഡ് ശരിയായില്ല. തിരിച്ചു പറയാതെ തരാൻ പറഞ്ഞ ഡേറ്റ് ശരിയായില്ല. ഇവിടെ കിടക്കുന്ന പണം എന്റേതല്ല, ഉമറിന്റേതല്ല. അതേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടം ചോദിച്ചതല്ലേ, കൊടുക്കാൻ എനിക്ക് ആശയുണ്ട്. പക്ഷേ ഈ മാസത്തെ ജോലി ചെയ്ത് പൂർത്തീകരിച്ചിട്ട് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് വേണം
കടം വീട്ടാൻ ഉടനെ തന്നെ കത്തെഴുതുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക്. ഓ ഉമറേ, നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരനാണ് ഞാൻ. നിങ്ങൾ എന്നോട് പണം ചോദിച്ചാൽ എടുത്തു തരൽ എന്റെ ബാധ്യതയാണ്. പക്ഷേ നിങ്ങൾ എന്നോട് കടം ചോദിച്ചിട്ട് ഡേറ്റ് പറഞ്ഞത് ഈ മാസം പൂർത്തിയാകുന്നത് വരെ ജോലി ചെയ്തിട്ട് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് തരാമെന്നല്ലേ. എനിക്കങ്ങനെ പണം തരാൻ വകുപ്പില്ല ഉമറേ. പണം തരണോ? ഈ ഡേറ്റിനനുസരിച്ച് പണം തരണോ? ഉമറേ, എനിക്ക് എഴുതി തരൂ. നിങ്ങൾ ഈ മാസം കഴിയാതെ മരിക്കൂല. ഈ മാസം പൂർത്തിയാകാതെ ശമ്പളം കിട്ടില്ലല്ലോ. ഈ മാസം പൂർത്തിയായിട്ട് വേണം ഈ മാസത്തെ ശമ്പളം കിട്ടാൻ. അതുവരെ നിങ്ങൾ ജീവിച്ചിരിക്കുമെന്നതിന് വല്ല ഗ്യാരണ്ടി പേപ്പറും തരാമോ? നിങ്ങൾക്ക് സേവനം ചെയ്യാൻ ആവശ്യമായ ആരോഗ്യം ഈ മാസം പൂർത്തിയാകുന്നത് വരെ റബ്ബ് തരുമെന്നതിന് വല്ല ഗ്യാരണ്ടിയും തരാമോ? വല്ല സർട്ടിഫിക്കറ്റും തരാമോ? ഖജനാവ് സൂക്ഷിപ്പുകാരൻ സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കത്തെഴുതിപ്പോയി. കത്ത് കിട്ടിയ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കത്ത് വായിച്ച് കണ്ണിൽ നിന്ന് വെള്ളം ഒലിപ്പിക്കുന്നു. പ്രിയപ്പെട്ട മകനെ വിളിച്ചു പറയുന്ന, മോനെ, എനിക്ക് ഖജനാവിൽ നിന്ന് വായ്പ എടുക്കാനുള്ള നിർവാഹമില്ല. ഈ മാസം പൂർത്തിയാകുന്നത് വരെ ഞാൻ ജീവിച്ചിരിക്കുമെന്നതിന് എന്റെ കയ്യിൽ ഗ്യാരണ്ടി കടലാസില്ല, ഗ്യാരണ്ടി പേപ്പറില്ല, എന്റെ കയ്യിലെ സർട്ടിഫിക്കറ്റ് ഇല്ല. അതുകൊണ്ട് എനിക്ക് വായ്പ വേണ്ട. മോനെ, പൈസ ഉണ്ടാകുന്ന സമയത്ത് വാപ്പയ്ക്ക് കഴിഞ്ഞെങ്കിൽ മോനിക്ക് കുപ്പായം വാങ്ങിച്ചു തരാം. സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ മറുപടി കേട്ടപ്പോ, ഓ ചെറിയ മക്കളായ കൂട്ടുകാരെ, ആ കുട്ടിക്ക് കംപ്ലൈന്റ് ഇല്ല. വാപ്പനെ പൂർണ്ണമായി അനുസരിച്ചു ആ മകൾ, വാപ്പനെ പൂർണ്ണമായി അംഗീകരിച്ചു ആ മകൾ, വാപ്പനെ അംഗീകരിച്ച് സമ്മതിച്ചു കൊടുത്തു മകൾ. ഓ ഈമാനുള്ള വിശ്വാസികളെ, ഒരുപാട് പാഠങ്ങൾ ഈ ചരിത്രത്തിൽ നമുക്ക് ഉൾക്കൊള്ളാറുണ്ട്. എത്ര ചെറിയവനാണെങ്കിലും പറയുന്നതിൽ കയമ്പുണ്ടോ? പറയുന്നതിൽ കാര്യമുണ്ടോ? എത്ര വലിയ നേതാവാണ് നമ്മളെങ്കിലും പറയുന്നത് എത്ര തന്നെ ചെറിയവനാണെങ്കിലും പറയുന്ന വാക്കിൽ വരെ കനമുണ്ടോ, കയമ്പുണ്ടോ? അത് സ്വീകരിക്കാനുള്ള ഒരു സന്മനസ് നമ്മൾ സമ്പാദിക്കണം. നിങ്ങൾ എന്റെ കീഴിൽ ജോലി ചെയ്യുന്നതാണല്ലേ, ഞാൻ പറയുന്നതനുസരിച്ചാൽ പോരെ എന്ന് ചോദിച്ചില്ല. കാരണം പറഞ്ഞ വാക്ക് വളരെ സത്യമാണ്. അവിടുന്ന് പറഞ്ഞ വാക്ക് വളരെ സത്യമാണ്. അത് അംഗീകരിക്കൽ ഉമറിന്റെ ബാധ്യതയാണെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മനസ്സിലാക്കി. മറ്റൊരു കാര്യം, കുട്ടികളെ, പാപ്പമാര് പറഞ്ഞാൽ അതിനപ്പുറം പിന്നെ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല. പൂർണ്ണമായി വാപ്പനെ അംഗീകരിച്ചോളണം, പൂർണ്ണമായി വാപ്പനെ വഴിപ്പെട്ടോളണം, പൂർണ്ണമായി വാപ്പനെ വഴിപ്പെട്ടിട്ട് അതനുസരിച്ച് ജീവിച്ചോളണം. അവിടെയാണ് ബറക്കത്ത് കിട്ടുമോ? അവിടെയാണ് ബറക്കത്ത് കിട്ടുന്നത്. കേട്ടുമോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ തിരിച്ച് കംപ്ലൈന്റ് പറഞ്ഞില്ല. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായ സമയത്ത് പോലും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സേവനം ചെയ്തു. സ്വന്തം കാര്യം മറന്നിട്ട് പാവങ്ങൾക്ക് സേവിച്ചു. സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഓ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അവിടുത്തെ
നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കണം. പാവങ്ങളെ സ്നേഹിക്കണം, പാവങ്ങൾക്ക് ധാരാളം സദഖ ചെയ്യണം, പാവങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറി കൊടുക്കണം, വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കണം. പാവങ്ങളെ സ്നേഹിച്ചയാളാണ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ മിസ്കീനായി ജീവിച്ച് മിസ്കീനായി മരിക്കുന്നതിന് ഞാൻ താല്പര്യപ്പെടുന്നു എന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെ സാരം പാവങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്, പാവപ്പെട്ടവരെ ഞാൻ താല്പര്യപ്പെടുന്നു എന്നാണ്, അവരെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്നാണ്. ആ നിലക്കുള്ള ജീവിതം നയിച്ച മഹാനല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു.